എല്ലാവരും സുഖമല്ലേ? ഇന്ന് പെർഫെക്റ്റായിട്ട് എങ്ങനെ പൂരി ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായ ഒരു ഡിഷാണ്. പെർഫെക്ഷൻ കിട്ടില്ല. ഒന്നിക്കിൽ അതിങ്ങനെ ഭയങ്കര ടഫാവും അല്ലെങ്കിൽ ഷാർപ്പാവും. അങ്ങനെയൊന്നും ഇല്ലാണ്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ റൈസ് ഈറ്റിംഗ് ആൾക്കാരായത് കാരണം ഈ ആട്ടേനെ കൊണ്ടുള്ള ഡിഷസൊക്കെ കുറച്ച് പിന്നിലോട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് തവിടോടും കൂടിയുള്ള ആട്ടയാണ് നല്ലത്. ഏതെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി ആട്ട യൂസ് ചെയ്തോ. കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ വെള്ളം നോക്കി ഒഴിക്കുക. ഇതിപ്പോൾ ഒരു 2 കപ്പിന് ഞാനൊരു 1/2 കപ്പ് ആദ്യം ഒഴിച്ചിട്ട് പിന്നെയും ആഡ് ചെയ്തതാണ്. ഫീൽ ചെയ്തിട്ട് പിന്നെയും വെള്ളം ഒഴിക്കുക. തുള്ളിയായിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് കുഴച്ചെടുക്കുക. വല്ലാണ്ട് കുഴക്കരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒരുപാട് നേരം നന്നായി നീഡ് ചെയ്തിട്ട് അതിങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയല്ലേ ചുടുക. പൂരിക്ക് അങ്ങനെ ചെയ്യരുത്. ചുടാനാവുമ്പോൾ മാത്രം കുഴച്ച് അപ്പം തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഫ്ലേക്കിനെസ്സും ആ ടഫ്നെസ്സൊന്നും ഇല്ലാണ്ട് കിട്ടും. നമ്മൾ കൂടുതൽ കുഴക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആട്ടേൻ്റെ അകത്തു നിന്നുള്ള ഗ്ലൂട്ടൻ ഇറങ്ങിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡായ പോലെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ട. ചെറുതിലെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾ വീറ്റ് എടുത്തിട്ട് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ കുറേ നേരം ചവക്കുമ്പോൾ അതൊരു ഗം ടെക്സ്ചർ ആവില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതൽ കുഴച്ചാലാവുക. ഇതിപ്പോൾ ഞാൻ റഫായി ഉരുട്ടിയിട്ട് റഫായിട്ട് പരത്തിയെടുക്കുകയാണ്. ഒട്ടും ഞാനത് വെച്ചിരുന്നിട്ടൊന്നുമില്ല. കുഴച്ച ഉടനെ തന്നെ ഉരുട്ടി ചുട്ടെടുക്കുകയാണ്. പരത്തുമ്പം വല്ലാണ്ട് അമർത്തി പരത്തണ്ട. അങ്ങനെ വലിയ പെർഫെക്റ്റ് ഷേപ്പൊന്നും വേണ്ട. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ ഫ്ലേക്കി ആയിട്ട് കിട്ടും. വല്ലാണ്ട് കട്ടി പാടില്ല. അപ്പോൾ കുറേ നേരം എടുക്കും അത് പൊന്തി വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പണി കഴിയും. പൂരി ചപ്പാത്തിനെക്കാട്ടിലും എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നൽ. കുറച്ച് അൺഹെൽത്തിയാണ്, കാരണം ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട്. പക്ഷേ എവറി ഡേ ഫുഡൊന്നുമല്ല. നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഐറ്റമായത്. ചപ്പാത്തി എനിക്കെപ്പോഴും കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് തോന്നൽ. ഡിഫിക്കൾട്ട് എന്ന് വെച്ചാൽ നിന്ന് കുറേ നേരം ചുട്ടെടുക്കണ്ടേ. ഇതെനിക്ക് നല്ല എളുപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി ഓയിൽ ചൂടാക്കാം. ചൂടായോന്ന് അറിയേണ്ടിയിട്ട് ഒരു തുള്ളി പൊട്ടിച്ചിട്ടിടുക. ഉടനെ തന്നെ പൊന്തി വരുന്നുണ്ടെങ്കിൽ അത് റെഡിയായി നിർത്താം. ഇത് തീരെ സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഹോളുള്ള ഒരു പാത്രത്തിൽ ചുട്ടിടുകയാണ്. കണ്ടില്ലേ ബബിളായി വരുന്നത്. എന്നിട്ട് നമുക്ക് കഴിക്കാനാകുമ്പം വേണമെങ്കിൽ പേപ്പർ ടവലിൽ ഇത് ഓയിൽ പിന്നെയും പ്രസ് ചെയ്തെടുക്കാം. ഹോളുള്ള പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ കുറേയൊക്കെ ഡ്രെയിനായി അങ്ങ് പോയിക്കോളും. നല്ല പൊന്തി വരും. മൈദയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ട് എനിക്ക് എപ്പോഴും തോന്നൽ. ഇത് കണ്ടില്ലേ, ഒരു 2 കപ്പ് മാവിൽ ഒരു 10 പൂരിയോളം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൂവിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. സ്റ്റൂവിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റൂ റെസിപ്പി. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ. വളരെ സിമ്പിളാണ്. അത് അറിയില്ലെങ്കിൽ സിമ്പിളായി തോന്നുമെങ്കിലും കുറേ ബുദ്ധിമുട്ടായിട്ടും തോന്നാം. കണ്ടില്ലേ ഫ്ലേക്കി ആയിട്ട് വരുന്നത്. ലെയേഴ്സ് ആയിട്ടുണ്ട് അകത്തൊക്കെ. ട്രൈ ചെയ്ത് നോക്കട്ടോ. താങ്ക്സ്.